ഈ അടുത്ത ദിവസമാണ് ഒരു വാർത്ത കേട്ടത്. നമ്മുടെ കേരള സർക്കാർ സൂംബ ഡാൻസ് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു. പള്ളിക്കൂടങ്ങളിൽ ഇനി കുട്ടികൾ തുള്ളിച്ചാടും, അടിപൊളിയായിട്ട് ആനന്ദിക്കും, അവർ എൻജോയ് ചെയ്യും എന്നൊക്കെ കേട്ടപ്പോൾ സത്യം പറയാല, അയ്യോ നമുക്കൊന്നും അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്തുപോയി. കാരണം സുംബ ഡാൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. സുംബ ഹോയ് 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 സുംബ ഹോയ് ഹോയ് അടിപൊളിയായിട്ട് അത് രസമാണ്. അത് നമുക്കത് നമ്മുടെ മനസ്സൊന്ന് എനർജറ്റിക് ആവും. അതുപോലെ തന്നെ എന്തെങ്കിലും ടെൻഷനും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി മറിയും. പിള്ളേരൊക്കെ ഒന്ന് എൻജോയ്മെന്റ് ആവും. പഠിത്തത്തിന്റെ ആ ഒരു കീറാമുട്ടി പൊട്ടിക്കുകയാണ് ഞാനിവിടെ. അയ്യോ എനിക്ക് സ്കൂളിലേക്ക് വരാൻ മടുപ്പാണ്, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടിയാണ് സ്കൂളിൽ പോകാൻ, അങ്ങനെയുള്ള ചിന്തയൊക്കെ കുട്ടികളിൽ നിന്ന് വിട്ടുമാറും. അടിപൊളി എനർജറ്റിക് ആകും. അപ്പൊ ആ ഒരു സംഭവത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇതിപ്പോ നമ്മുടെ പിണറായി സർക്കാർ ഒരുക്കുന്ന മന്ത്രി ശിവൻകുട്ടിയുടെ ആ കരുതലോടുകൂടിയുള്ള ആ ഒരു തീരുമാനത്തിന് ബിഗ് സല്യൂട്ട്. അടിപൊളി. സുംബ ഡാൻസ് വരട്ടെ, കുട്ടികളെ എൻജോയ് ചെയ്യട്ടെ, ആനന്ദിക്കട്ടെ. അതിന്റെ കൂടെ അധ്യാപകരും അവരും എൻജോയ് ചെയ്യട്ടെ. ഇപ്പൊ PT പീരീഡ് ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ സുഖമാണ്. PT പീരീഡ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പഠിച്ച കാലത്ത് PT പീരീഡിന്റെ പേരും പറഞ്ഞിട്ട് ടീച്ചർമാർ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടത്തൊക്കെ കുറച്ച് നേരം ഇങ്ങനെ എക്സസൈസ് ചെയ്യിപ്പിക്കും. എക്സസൈസ് 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ അങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് നീട്ടി ഇങ്ങനെ ചരിഞ്ഞ് കുനിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും പോയി കളിച്ചോളാൻ പറയും. അല്ലെങ്കിൽ പറയും ആ മുറ്റത്ത് വീണ് കിടക്കുന്നു. ഞാൻ പഠിച്ച പള്ളിക്കൂടത്തിന്റെ മുറ്റം നിറയെ മാവുകളായിരുന്നു. അപ്പൊ മാവിന്റെ ഇലകളൊക്കെ വീണ് കിടപ്പിനി അതൊക്കെ ഒന്ന് പെറുക്കി കളയാൻ പറയും. പെറുക്കിയാലും തീരുവില്ല. ആ പീരീഡ് അങ്ങനെ തീർന്നു പോകും. അപ്പൊ അങ്ങനെയൊക്കെ PT പീരീഡ് അങ്ങനെയൊക്കെ പോവുകയായിരുന്നു. സ്പോർട്സ് ഒന്നും ഇല്ലാത്തൊരു സ്കൂളായിരുന്നു. പക്ഷെ PT പീരീഡിൽ പിള്ളേരെ കൊണ്ട് ഓരോരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കുന്ന അധ്യാപകർ അടിപൊളിയാക്കി അവരെ ഒന്ന് തീർക്കണം, അവർക്കൊന്ന് എനർജറ്റിക് കൊടുക്കണം, അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന അധ്യാപകർക്ക് ഇത് നല്ലൊരു എന്താ പറയാ, അവർക്ക് കൂടുതൽ കരുത്തേകുന്ന ഒരു സംഭവമായിട്ടാണ് സുംബയുടെ വരവ്. അപ്പൊ സുംബയ്ക്കും കൂടി ഒരു പീരീഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു നല്ലൊരു ഭാഗം അതിന് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. സുംബ കുട്ടികളെ കൂടുതൽ എനർജറ്റിക് ആക്കും. അവർ ഫുൾ ടൈം ഇപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫുട്ബോൾ കളിക്കുന്ന ഫുട്ബോൾ താരങ്ങൾ ഇപ്പൊ ഒരു ലോകകപ്പിന് വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ ടീം തയ്യാറെടുക്കുകയാണ്. അപ്പൊ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ ക്രിക്കറ്റ് കളിക്കും, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ കളിക്കും, അല്ലെങ്കിൽ നീന്തും, അല്ലെങ്കിൽ പാട്ട് കേട്ട് ചുമ്മാ കുറേ നേരം ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുട്ബോൾ കളിക്കാനായിട്ടുള്ള അവരുടെ മനസ്സിലുള്ള ആ ടെൻഷനും ഒരു അങ്കലാപ്പ് ഉണ്ടാവുമല്ലോ. ഫുട്ബോൾ അവർക്ക് അറിയാവുന്നതാണ്, ഫുട്ബോൾ നന്നായിട്ട് അവർക്ക് പന്ത് തട്ടാൻ അറിയാവുന്നതായിരിക്കും. എങ്കിലും ആ ഒരു അങ്കലാപ്പിനെ ലഘൂകരിക്കാനും എൻജോയ് ചെയ്യാനും മാക്സിമം ഈ മറ്റ് ഗെയിമുകൾ മറ്റ് കാര്യങ്ങൾ, അതായത് സുംബ പോലുള്ള ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് ഈസി ആയിട്ട് മാറും. സില്ലി ആയിട്ട് അവർ ആ ഗെയിം വിജയിക്കുക തന്നെ ചെയ്യും. അത് ക്രിക്കറ്റ് താരങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റു പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നവർ, ട്യൂഷന് പോകുന്നവർ പോയി, അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യുന്നവർ ചെയ്തു, പിറ്റേ രാവിലെ എഴുന്നേറ്റു സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ ചെല്ലുന്നു, വീണ്ടും പഠിക്കാനിരിക്കുന്നു. അവർക്ക് മടുപ്പാണ് ഫുൾ ടൈം. പക്ഷെ ഇതിനൊപ്പം തന്നെ ഈ മടുപ്പിനെ എങ്ങനെയൊക്കെ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കാം, ആ ഒരു സെറ്റപ്പാണ് സുംബ ഡാൻസ്. അത് അടിപൊളിയാണ്. ഇപ്പൊ യോഗ ചെയ്യുമ്പോൾ കുട്ടികൾ ഭൂരിഭാഗം പേരും അത് നല്ല എൻജോയ്മെന്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. കുറേ കുഞ്ഞുങ്ങൾ ഇപ്പോൾ 1ലോ 2ലോ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറയുമ്പോൾ അവർ കുറച്ച് നേരമൊക്കെ തന്നെ സ്റ്റഡി ആയിട്ടൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ധ്യാനത്തോടു കൂടിയൊക്കെ ഇരുന്നിട്ട് അവരൊന്നും ഉറക്കം തൂങ്ങിപ്പോവും. അപ്പോൾ ഉറക്കത്തിലേക്കൊന്ന് വഴുതി വീഴുന്ന പോലെ ആവിപ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് നേരം ഇതേ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു കൊതുകൊന്ന് പറന്ന് വന്നിട്ട് എവിടെയെങ്കിലും ഇട്ടൊന്നൊരു കുത്തുകുത്തി അയ്യോ അങ്ങനെ ഒരു ഇതിലേക്ക് പോകും, വീണ്ടും. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്, എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ എനർജി ആയിട്ട് ഒരു പാട്ട് വെക്കുന്നു, പാട്ടിനൊപ്പം എല്ലാവരും ഓരോ ചുവടുകൾ വെക്കുന്നു, രസകരമായിട്ട് എൻജോയ്മെന്റ്, ഒരു കോമഡി പോലെ അല്ലെങ്കിൽ ഒരു രസം പിടിച്ച പോലെ ഒന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അതിനെതിരെ കുറെ പേരൊക്കെ ഇത് അല്പ വസ്ത്രം ധരിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, അല്പ വസ്ത്രം ധരിച്ചിട്ട് കുഞ്ഞുങ്ങളെ മോശക്കാരാക്കി തീർക്കും, അങ്ങനെ തരത്തിലുള്ള ഓരോ കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴി നീളെ ഇങ്ങനെ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് പൊട്ടന്മാരാണ്, ഇവർക്കൊന്നും അറിയില്ല ഇതെന്താണെന്ന്. ഇവർ ഉദ്ദേശിക്കുന്നത് സാമ്പ നൃത്തത്തെ കുറിച്ചായിരിക്കും. സാമ്പ എന്ന് പറയുന്നത് ബ്രസീലിലുള്ള ഒരു അവരുടെ ദേശീയതയുടെ ഭാഗമായിട്ട് വരുന്ന, അവരുടെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന നൃത്ത രൂപമാണ് സാമ്പ ഡാൻസ്. അതിങ്ങനെ ചിറകുകൾ പോലെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് സുന്ദരികളായിട്ടുള്ള യുവതികളൊക്കെ വന്നിട്ട് ഇങ്ങനെ അഴകുപോലെ മിന്നി തിളങ്ങിക്കൊണ്ട് അവരിങ്ങനെ ശരീരത്തിന്റെ ചലനങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഡാൻസ് രൂപമാണ്, നൃത്ത രൂപമാണ്.
അതാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം അവര് വേണ്ട സുംബ വേണ്ട 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 സുംബ വേണ്ട എന്നും പറഞ്ഞു. അവർ ചിന്തിക്കുന്നില്ല എന്താണ് അവർ പറയുന്നത്, എന്താണ് അവർ പ്രവർത്തിക്കുന്നതെന്ന്. ബ്രസീലിലുള്ള നൃത്തരൂപം സാംബയെ അവരിവിടെ സുംബയായിട്ട് കാണുകയാണ്. അവരുടെ കണ്ണിൽ അത് സുംബയായി മാറുകയാണ്. സുംബ എന്ന് പറഞ്ഞാൽ അതൊന്നല്ല. സുംബ ആ സ്കൂൾ യൂണിഫോമിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്ത് സന്തോഷിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരമാണ്. അത് നിങ്ങളിങ്ങനെ ഓരോ വിമർശനങ്ങൾ വിമർശിച്ച് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള ഓരോരോ മതപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഈ സുംബ ഡാൻസ് വഴി തെറ്റിക്കുമെന്നുള്ള ചിന്തയൊക്കെ കൊണ്ടുവന്ന് ചിന്തിപ്പിച്ച് കുന്തിപ്പിച്ച് അന്തിപ്പിച്ച് ഇല്ലാതാക്കി മാറ്റല്ലേ. സുംബ ഡാൻസ് ഒക്കെ നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരു 10-20 വർഷം മുമ്പേ വരേണ്ടതാണ്. അത് ഇപ്പോഴാണ് വരുന്നത്. അപ്പം ആ വരുന്നതിനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം മന്ത്രി ശിവൻകുട്ടി അങ്ങനെ ഞാൻ പൊക്കി അടിക്കുന്നതല്ല, അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി സ്കൂളുകളിൽ. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നല്ലതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതൊക്കെ നല്ല കാര്യമാണ്. കുഞ്ഞുങ്ങൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കട്ടെ, കാലാകാലമായി കഴിക്കുന്ന ആ ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരട്ടെ. അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം KSRTCയിൽ പുതിയൊരു നിയമം വരുന്നു. നമ്മുടെ കൺസെഷൻ കാർഡ് ഉണ്ടല്ലോ, ആ കൺസെഷൻ കാർഡ് മാറ്റിയിട്ട് അതിന് പകരം ATM കാർഡ് പോലെ ഒരു കാർഡ് കൊടുക്കുന്നു. അപ്പോൾ അത് 2 വർഷം കൂടുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒന്ന് കണ്ടക്ടറിൻ്റെ കയ്യിൽ കൊടുത്ത് തന്നെ റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ നല്ല കാര്യമല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കണം. സുംബ ഡാൻസ് അടിപൊളിയാണ്. സുംബേനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത വലിയ വലിയ ബുദ്ധിജീവികളാണെന്ന് സ്വയം നടിക്കുന്നവരാണ് ഇങ്ങനെ ഈ കുറ്റം പറയുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് ഇവിടെ സുംബ ഡാൻസ് വെക്കുന്നതിന് പകരമായിട്ട് ഈ ലഹരി ഒന്ന് തുടച്ചു നിൽക്കാതെ. ഈ സുംബ ഡാൻസ് വെക്കുന്നതിൻ്റെ ആ ഒരു ആർത്തിയും വ്യഗ്രതയൊക്കെ ഈ ലഹരി തുടച്ചു നിൽക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിക്കാത്തത് എന്താണെന്നാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത്. എടോ, ലഹരിക്കെതിരെ വലിയ യുദ്ധം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ലഹരി ഇല്ലാതാക്കണം, അത് ശരി തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലുള്ള പുത്തൻ പരിപാടികളൊക്കെ വരട്ടെ, സുംബ വരട്ടെ. അല്ലാതെ സുംബ വരുന്നതിൻ്റെ ഒപ്പം തന്നെ ലഹരി തീർത്താലേ സുംബ ഇവിടെ പാടുള്ളൂ എന്നുള്ള ആരെവിടെ പറഞ്ഞു വരുത്തിയത്? സുംബ ഡാൻസ് ഒക്കെ കുഞ്ഞുങ്ങളെ എനർജറ്റിക് ആക്കും, അവർ സന്തോഷിക്കും, അടിപൊളിയാവും. ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ പൗരന്മാരാണ്, നമ്മുടെ നാടിൻ്റെ കരുത്താണ്. അത് മനസ്സിലാക്കുക, കരുത്ത്.